നമസ്കാരം. NCPയിൽ കലാപക്കൊടി മുറുകുന്നു. NCPയിൽ നിന്നുള്ള AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനം നൽകാനുള്ള അതിവേഗ നീക്കം അണിയറയിൽ ശക്തമാവുകയാണ്. ഇതിന്റെ ഭാഗമായി തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ടു. കഴിഞ്ഞ സർക്കാരിലും അംഗമായിരുന്ന ശശീന്ദ്രനെ മാറ്റി പകരം മന്ത്രിയാകാനാണ് ശ്രമം. പാർട്ടിക്ക് പുറത്തും മുന്നണിക്കുള്ളിലും പിന്തുണ തേടാനാണ് തിരക്കിട്ട നീക്കങ്ങൾ. അതേസമയം NCPയിൽ തന്നെ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി തോമസ് കെ തോമസിനോട് നിർദ്ദേശിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് തേടി മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയാൽ MLA സ്ഥാനവും താൻ രാജിവെക്കുമെന്ന ശശീന്ദ്രന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ പ്രതിരോധത്തിലാണ് ഇപ്പോൾ പാർട്ടി. ഇതിനാലാണ് പാർട്ടിക്ക് പുറത്തു നിന്നും പിന്തുണ തേടാൻ മറുഭാഗം ശ്രമം നടത്തുന്നത്. ഒന്നാം പിണറായി സർക്കാരിലും മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ മാറി നിൽക്കണമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ പിന്തുണയോടെ കുട്ടനാട് MLA തോമസ് കെ തോമസ് ആവശ്യപ്പെടുന്നത്. NCPയുടെ പല ജില്ലാ ഭാരവാഹികൾക്കും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. എന്നാൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ MLA സ്ഥാനവും രാജിവെക്കുമെന്ന AK ശശീന്ദ്രന്റെ നിലപാട് പാർട്ടിക്ക് തലവേദനയായി. ഇതിനിടെയാണ് പിന്തുണ തേടിക്കൊണ്ട് തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ടത്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായതിനാൽ തന്നെ ഇടപെടേണ്ട എന്ന നിലപാടിലാണ് പിണറായി വിജയൻ. എന്നാൽ പിണറായി വിജയന്റെ പിന്തുണ ശശീന്ദ്രനൊപ്പമാണ് എന്നാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവരുടെ വാദം. ശശീന്ദ്രൻ MLA സ്ഥാനം രാജിവെച്ചാൽ ഉപതിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും LDF-ന്. നിലവിൽ അത്തരത്തിലൊരു ഉപതിരഞ്ഞെടുപ്പ് നേരിടുന്നതിന് LDF-ന് യാതൊരു താല്പര്യവുമില്ല. രാജിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും LDF-ൽ നടന്നിട്ടില്ല എന്ന് കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണ ഇത്രനാളും ശശീന്ദ്രന്റെ ഒപ്പമായിരുന്നു. അടുത്തിടെ PC ചാക്കോ തോമസ് കെ തോമസുമായി അടുത്തതാണ് ശശീന്ദ്രനെ വെട്ടിലാക്കിയത്. വിഷയം സംസ്ഥാനത്ത് തന്നെ പരിഹരിക്കണമെന്നാണ് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിലപാട്. ശശീന്ദ്രനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ശശീന്ദ്രനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചന. 2.5 വർഷത്തിനു ശേഷം ശശീന്ദ്രന് പകരം തന്നെ മന്ത്രിയാക്കാമെന്ന ധാരണയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തോമസ് ഉയർത്തിയ അവകാശവാദം സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതോടെയാണ് മന്ത്രി ഇടഞ്ഞത്. അങ്ങനെ ഒരു കരാർ നിലവിലില്ല എന്ന് ഇതുവരേക്കും പറഞ്ഞിരുന്ന സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തിരക്കിട്ട് തന്നോട് ഒഴിയാൻ പറയുന്നതിൽ അനീതിയുണ്ട് എന്നാണ് ശശീന്ദ്രന്റെ നിലപാട്. ആ സാഹചര്യം വന്നാൽ നിയമസഭാംഗത്വവും ഒഴിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉപസമിതി ഇതിനോട് യോജിച്ചില്ല. എന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമായാൽ MLA സ്ഥാനവും രാജിവെക്കുന്ന ശശീന്ദ്രൻ BJPയിലേക്ക് ചേക്കേറുമെന്ന തരത്തിലും ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശശീന്ദ്രനെ പിണക്കാതിരിക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ മാറ്റം നടപ്പാക്കണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 2 സർക്കാരുകളുടെ കാലത്തും ദീർഘകാലത്തേക്ക് മന്ത്രിയാകാൻ ശശീന്ദ്രന് അവസരം കിട്ടിയിരുന്നു. ഇതും പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ശശീന്ദ്രന് പകരം തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കുട്ടനാട് MLA തോമസ് കെ തോമസ് പാർട്ടിയിൽ കലാപം തുടങ്ങിയിരുന്നു. 2.5 വർഷം കഴിഞ്ഞ് മാറണമെന്ന ഉപാധിയും വെച്ചു. അതിനും ശശീന്ദ്രൻ വഴങ്ങിയില്ല. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണയായിരുന്നു ശശീന്ദ്രന്റെ പിടിവള്ളി. എന്നാൽ അടുത്തിടെ ശശീന്ദ്രൻ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് തോമസ് കെ തോമസുമായി PC ചാക്കോ അടുക്കുകയായിരുന്നു. ഇതോടെയാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള നീക്കം കടുപ്പിച്ചത്.